വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കുമ്പളങ്ങയും വൻപയറും കൊണ്ടുള്ള ഒരു ഓലൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് മുറിച്ച് തൊലിയൊക്കെ ചെത്തി കൊണ്ടുവരണം. അതിന് മുന്നേ ഞാൻ തലേദിവസം തന്നെ നമ്മുടെ വൻപയറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. ഇനി അതൊന്ന് കഴുകിയെടുത്ത് നമുക്ക് ചെറിയൊരു കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേകാനായിട്ട് വയ്ക്കാം. ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടയ്ക്കാം. കുക്കറിൻ്റെ മൂടിയൊക്കെ അടച്ച് അടുപ്പത്ത് വെച്ചു. ഈ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഞാനൊന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇതവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് തൊലിയൊക്കെ ചെത്തി ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം. കുമ്പളങ്ങയൊക്കെ ഇതുണ്ട്, തൊലിയൊക്കെ ചെത്തി കഴുകിയെടുത്ത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇതിലും ചെറിയ കഷ്ണമായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളകും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വട്ടത്തിലൊന്ന് അരിഞ്ഞിടണം. ചെറുതായിട്ട് അരിയണേ പച്ചമുളക്. പിന്നെ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൻപയർ വെന്തിട്ടുണ്ട്, അതും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ വേറെ വെള്ളമൊന്നും ഈ ചട്ടിയിൽ ഒഴിക്കരുത്. നമ്മുടെ ഈ തേങ്ങയുടെ 2/2 പാലില്ലേ, അത് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വേവും കേട്ടോ. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ കുമ്പളങ്ങയുടെ വെള്ളവും കൂടെ ഇറങ്ങി വെന്തോളും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനൊരു മൂടി എടുത്തൊന്ന് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ അങ്ങ് സിമ്മാക്കി വയ്ക്കണേ. മൂടിയൊക്കെ എടുത്ത് നോക്കാം. നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ആ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിനകത്ത് തന്നെ കിടന്ന് അത് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ആ വൻപയറില്ലേ വേവിച്ച് വെച്ചേക്കുന്നത്, ആ വൻപയർ കൂടി ഇട്ട് കൊടുക്കാം. ചിലരാണെങ്കിൽ വൻപയറിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ വൻപയറും നമ്മുടെ കുമ്പളങ്ങയും എല്ലാം കൂടെ ഒന്ന് വെന്ത് ഒന്ന് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 പാലില്ലേ, ആ 1/4 പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിപ്പാലാണേ, നല്ല കുറുകിയ 1/4 പാലാണേ. അത് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് ഇനിയിപ്പം നമ്മൾ ആ തീ അങ്ങ് ഓഫ് ചെയ്യണം. കാരണം തേങ്ങ 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കിയിരുന്നാൽ പാലങ്ങ് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിലിരിക്കണേ. നമ്മുടെ ചോറിനൊക്കെ ഓണത്തിനൊക്കെ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വിളമ്പുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതങ്ങനെ കുറുകിയിരിക്കണം, ഒഴുകിപ്പോകാത്ത രീതിക്ക് കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിത് എൻ്റെ ചേട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചത്. അപ്പച്ചി ഉണ്ടാക്കിയാണ് ആദ്യമായിട്ടിത് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു അന്ന്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ